ഹായ്, മൈ നെയിം ഈസ് ശ്രീവതി. ഞാനിപ്പോൾ കറൻ്റ്ലി ബാംഗ്ലൂരിലൊരു കമ്പനിയിൽ ഇൻഫ്രാസ്ട്രക്ചർ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. വർക്ക് ഫ്രം ഹോമാണ്. എനിക്കൊരു കുഞ്ഞാവയുണ്ട്, 1 വയസ്സുള്ള. 4 വർഷമായിട്ട് ഞാൻ ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ UPSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ. അപ്പം എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എന്ന് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ ഈ മോട്ടിവേഷണൽ വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ അത്ര റൊമാൻറ്റിക് അല്ല ഇതിൻ്റെ പ്രിപ്പറേഷൻ റിയാലിറ്റിയിൽ വരുന്ന സമയത്ത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് അല്ല ഈ എക്സാമിനേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ ഇതൊരു ലോങ് ഡ്യൂറേഷൻ എക്സാമിനേഷനാണ്. അതായത് ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്കൊരു 1 ഇയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ തുടങ്ങുന്ന പ്രിലിംസ് തൊട്ട് ഇൻ്റർവ്യൂ വരെ another 1 ഇയർ ഉണ്ട്. അപ്പം മൊത്തത്തിലൊരു 2 ഇയേഴ്സ് ഒരു എക്സാമിനേഷനാണ്. ഇതിൻ്റെ മൊത്തം ടൈം ഡ്യൂറേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഈ എക്സാമിനേഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ഇൻ്റലിജൻസ് അല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ UPSC ടെസ്റ്റ് ചെയ്യുന്നത്. പ്രിപ്പയർ ചെയ്യുന്ന പലർക്കും പല പല ഇഷ്യൂസ് ആയിരിക്കും. ചിലർക്ക് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാകും, ചിലർക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ്സുകൾ ഉണ്ടാകും, മറ്റു ചിലർക്ക് പല പല ഇഷ്യൂസ് ഉണ്ടാകും. അപ്പം ഈ ഇഷ്യൂസൊക്കെ നിലനിൽക്കെ നമുക്ക് ഈ പ്രിപ്പറേഷനിൽ എത്രത്തോളം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും, അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് എത്ര പ്രോപ്പറായിട്ട് നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് പെർസിവറൻസോടുകൂടി ഈ ജേർണി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് UPSC നോക്കുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ആളുകളൊക്കെ ഒട്ടുമിക്ക ആളുകളും ഈ എക്സാം തോറ്റുപോയിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകളായിരുന്നിട്ട് പോലും മറ്റു പല കാരണങ്ങൾ കൊണ്ടിട്ട് എക്സാം ഫെയിലായിരിക്കുന്ന പല ആളുകളുമുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബേൺ ഔട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിച്ച് നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് ബേൺ ഔട്ടായിട്ട് നമ്മൾ നിർത്തിപ്പോകുന്ന ആളുകളുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ സ്ട്രെസ്സ് വരുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷന് ഒരു ടെസ്റ്റ് സീരീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 10,000 15,000 താഴെ ടെസ്റ്റ് സീരീസ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പം ഇങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ടിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് നിർത്തിപ്പോകേണ്ടി വരുന്ന ആളുകളുണ്ട്. ഇനി പിന്നെ ഫാമിലിയിൽ നിന്ന് പ്രഷർ വരുന്നതുകൊണ്ട് ചില ആളുകൾ വീട്ടിൽ നിന്ന് കല്യാണത്തിന് വേണ്ടി പ്രഷർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റു ജോലികൾക്ക് വേണ്ടി പ്രഷർ ചെയ്യുക. അങ്ങനെ ഫാമിലി പ്രഷർ കാരണം നിർത്തി പോകേണ്ട ആളുകളൊക്കെ ഉണ്ട്. ഇനി ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇനി എക്സാം പെർസ്പെക്റ്റീവിൽ വരികയാണെന്നുണ്ടെങ്കിൽ റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ റിസോഴ്സസ് ഏതൊക്കെ റിസോഴ്സാണ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത, പ്രോപ്പറായിട്ട് ടെസ്റ്റ് സീരീസുകൾ എടുക്കാതെ, മെയിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതെ, സിലബസ് നോക്കാതെ തോറ്റുവരിക്കുന്നവരാണ് പല ആളുകളും. ഈ എക്സാമിന് വേണ്ടി ശരിക്കും പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത് ഒരു 15 to 17 lakhs ആണ്. ഓക്കെ, ഇനി ശരിക്കും ഇതിൻ്റെ പ്രിലിംസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് ഒരു 5 to 7 lakhs ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇനി പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നതാകട്ടെ ഒരു 10 to 15K ആളുകൾ. ഇനി പ്രിലിംസ് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻസ് ക്ലിയർ ചെയ്യുന്നത് ഒരു 2 to 3K ആളുകളെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് വരുന്നിട്ട് നമുക്ക് എത്രത്തോളം വേക്കൻസീസ് അവൈലബിൾ ആണെന്നുള്ളതനുസരിച്ചിട്ടാണ് ഒരു 800 to 1000 ആളുകൾ ഈ എക്സാമിന് മൊത്തത്തിൽ സെലക്ട് ആകുക. അപ്പോൾ ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0.001% ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മോട്ടിവേഷണൽ വീഡിയോസിലൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, നമ്മുടെ കോമ്പറ്റീറ്റർ നമ്മൾ തന്നെയാണ്, നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും, നമ്മളെ തന്നെയായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടതെന്ന്. പക്ഷേ റിയാലിറ്റി ഒന്ന് നോക്കിയേ, റിയാലിറ്റിയിൽ ഇങ്ങനെയാണോ ശരിക്കും? ഒരിക്കലും അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ആളുകളുടെ കൂടെയാണ്. അതിൽ സ്ഥിരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, അതായത് വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടാകും, 3, 4, 5 വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടാകും, പിന്നെ ഡോക്ടേഴ്സ് ഉണ്ടാകും, എൻജിനീയേഴ്സ് ഉണ്ടാകും, വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടാകും, പിന്നെ കഴിഞ്ഞ തവണ പ്രിലിംസ് മെയിൻസ് ക്ലിയർ ചെയ്ത ആളുകളുണ്ടാകും. അങ്ങനെ പല ഇനി നമ്മളെക്കാളും IQ കൂടിയതും IQ കുറഞ്ഞ ആൾക്കാരും ആയിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടോപ്പേഴ്സ്, ഓക്കെ, കോളേജിലും സ്കൂളിലൊക്കെ ടോപ്പേഴ്സ് ആയിരുന്ന ആളുകൾ. അപ്പോൾ ഓൾറെഡി കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ കൂടെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എക്സാമിനേഷന് കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലി അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ എ വേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓവർ റേറ്റഡ് ആണ്. ഈ കേരളത്തിൽ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ
ക്ലിയർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. പലരും ക്ലിയർ ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെ ഇവരിങ്ങനെ റിസൾട്ട്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഈ കുട്ടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷേ ആ കുട്ടിയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ 10 ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഈ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടാകും. അപ്പം ഇവർക്ക് റിസൾട്ട്സ് കാണിക്കുക എന്നുള്ളത് എന്താ പറയണേ, ഒരു ബിസിനസ് പോലെയാണ്. ഓക്കെ. അപ്പോൾ ഇതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണ്ടാന്ന്, അല്ലെങ്കിൽ കോച്ചിങ് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. കോച്ചിങ് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി ആക്കും. റിസോഴ്സസിനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ടൈം മാനേജ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമുക്ക് നല്ലൊരു ഗൈഡൻസോ അല്ലെങ്കിൽ നല്ലൊരു മെൻറ്ററിനൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കുറേ അഡ്വാൻറ്റേജസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടും. അത് ശരിയാണ്. പക്ഷേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതുകൊണ്ട് മാത്രം നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റണമെന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന പിയർ ഗ്രൂപ്പ് നമുക്ക് റോങ് പിയർ ഗ്രൂപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താ പറയണേ, നമ്മളൊരു അത്ര പോപ്പുലർ അല്ലാത്ത ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് വിചാരിച്ച റിസൾട്ടോ അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാവണമെന്നില്ല. എനിക്ക് വേറെ മറ്റ് പ്രശ്നങ്ങളെന്നൊക്കെ പറയുന്നത്, നമ്മൾ ഒരുപാട് റിസോഴ്സസ് കാണും. അപ്പോൾ ചിലപ്പം ഈ എക്സാമിന് വേണ്ടതാണെന്ന് നമ്മളങ്ങോട്ട് വിചാരിക്കും. നമ്മളത് സേവ് ചെയ്ത് വെക്കും. ചിലപ്പോൾ PDFs ഒക്കെ കാണും. അപ്പോൾ നമ്മൾ PDFs സേവ് ചെയ്ത് വെക്കും. കറണ്ട് അഫയേഴ്സിൻ്റെ PDF കാണും, വിഷൻ IASൻ്റെ, ഫോറം IASൻ്റെ, എൻലൈറ്റിൻ്റെ, അങ്ങനെ പല പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്ത് ചുമ്മാ നമ്മളിങ്ങനെ അടുക്കി വെക്കേണ്ട അവസ്ഥയായിരിക്കും PDFs ഒക്കെ. ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് മൊത്തത്തിലൊരു മാറ്റം. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ അൺനെസസറി ആയിട്ട് ഇങ്ങനെ റിസോഴ്സസ് ഇങ്ങനെ കളക്ട് ചെയ്തതുകൊണ്ട് മാത്രം ഈ എക്സാമിന് നമുക്ക് ഉപകാരപ്പെടത്തില്ല. വെറുതെ അത് അവിടെ ഇരിക്കും, നമുക്കതെടുത്ത് വായിക്കാൻ പോലും തോന്നത്തില്ല. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യം വായിച്ചിട്ട് നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നമുക്ക് പേപ്പറിൽ അത് എഴുതാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ചോദിക്കുമ്പോൾ നമുക്കത് ഉത്തരം പറയാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പ്രിപ്പറേഷൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി റിസോഴ്സസിൻ്റെ കാര്യത്തിൽ ലിമിറ്റഡ് റിസോഴ്സസ് ആണ് എപ്പോഴും നല്ലത്. സോറി. പിന്നെ ഈ എക്സാമിൻ്റെ ഒരു ബ്രൂട്ടൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പെർസെവറൻസോട് കൂടി നമ്മൾ ഫുൾ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടും ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ നമുക്കിത് കിട്ടിയില്ല എന്നും വരും. അത് ഭയങ്കര ഒരു വിഷമമാണ്. ഇപ്പം അതിൻ്റെ പാസ് പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ വളരെ കുറവാണ്. ഇപ്പം അപ്ലൈ ചെയ്യുന്ന ഇത്രയും ലക്ഷം ആളുകളിൽ നിന്നും ഈ പറയുന്ന 800 1000 പേരാണ് ഇത് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാസ് പെർസെൻറ്റേജ് തന്നെ ഇത്രയും കുറവാണ്. അപ്പോൾ പിന്നെ നമ്മൾ എത്രത്തോളം കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ ലക്കും വേണം. നമുക്ക് മറ്റ് പ്രശ്നങ്ങളുണ്ടോ ഒന്നും ഉണ്ടാവാതെ അങ്ങനെ ഈ പരീക്ഷ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗ്യം കൂടി വേണം. ഓരോ സ്റ്റേജസിലും എനിക്ക് ഓരോരോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് മറ്റു ബാധ്യതകൾ വന്നു. ടൈം ഇല്ലാണ്ടായി, കല്യാണം കഴിക്കേണ്ടി വന്നു, പിന്നെ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടിയുടെ കാര്യങ്ങളായി. അങ്ങനെ ഓരോ പോയിൻ്റ് ഓഫ് ടൈമിലും എനിക്ക് ഓരോരോ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയണ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കിതിൽ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ടൈം പ്രിപ്പറേഷൻ ആയിരുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ ബേൺ ഔട്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ BTech ഒക്കെ പഠിക്കുന്ന സമയത്ത് അത്ര പിന്നെ എക്സ്ട്രോർഡിനറി സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. നമുക്ക് ഒരു ബുക്ക് വായിക്കാൻ പോലും പ്രോപ്പറായിട്ട് ഇരുന്ന് വായിക്കുന്നൊരു സ്വഭാവം ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു വായിച്ച് പഠിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കാൻ തന്നെ എനിക്കൊരുപാട് സമയം എടുത്തു എന്നുള്ളതാണ്. അപ്പം ഈ പ്രിപ്പറേഷൻ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഞാനീ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. മെയിനായിട്ടും ചെയ്യേണ്ട വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പരീക്ഷ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ റിയാലിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ സോഫാർ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുക. ആരെങ്കിലും എന്തെങ്കിലും ഒരു അഡ്വൈസ് വരുമ്പോൾ അത് ബ്ലൈൻഡായിട്ട് അങ്ങനെ തന്നെ എടുക്കാതിരിക്കുക. നിങ്ങളുടെ വീക്ക്നെസ്സസും നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതൊരു സ്റ്റാൻഡേർഡായിട്ട് വയ്ക്കുക. ഒന്നാമത്തെ കാര്യം സിലബസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സിലബസ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു ടോപ്പിക്ക് നമുക്ക് ഈ എക്സാമിന് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിലബസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം.
പിന്നെ രണ്ടാമത്തേത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഈ എക്സാം എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാതെ നമുക്ക് ഇതിൽ നിന്ന് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. പിന്നെ അടുത്ത കാര്യം, ഒരുപാട് റിസോഴ്സസിലോട്ട് പോവാതെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാതെ ഈ ടോപ്പേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ബേസിക് റിസോഴ്സസിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക. റിവിഷൻ ഈസ് ദ കീ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ എത്രത്തോളം നമ്മൾ റിവൈസ് ചെയ്യുന്ന അത്രത്തോളം നമുക്ക് തറവാകും. നമുക്ക് എക്സാമിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഓപ്ഷണൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരുപാട് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഇത് നമ്മുടെ ഓപ്ഷണലാണ്. അതുകൊണ്ട് ഓപ്ഷണലിൽ കുറച്ചധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക ഓപ്ഷണൽ. പിന്നെ ഇതല്ലാതെ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളിപ്പം പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചൊരു ഏജ് ടൈം വരെയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് നമുക്കധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ കുറച്ചുകൂടെ ഏജ് കൂടുന്തോറും നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ടെൻഷൻ ഉണ്ടാകും. എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടില്ല എന്നല്ല പറയുന്നത്, നമ്മൾ പരിശ്രമത്തിലൂടെ കിട്ടും. പക്ഷേ ഇഫ് ഇൻ കേസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ പാസ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പൈസ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്കില്ല് ലേൺ ചെയ്യുക പാരലായിട്ട്. ഇപ്പം ഇൻ്റർവ്യൂവിലൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഒരു ഹോബി നമുക്ക് ഉണ്ടാവണം, ഹോബിയെക്കുറിച്ച് അവർ ചോദിക്കും. അപ്പം അതുപോലെ തന്നെ ഒരു സ്കില്ല് അതിൻ്റെ കൂടെ ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇഫ് യു ആർ നോട്ട് ക്ലിയറിങ് ദ എക്സാം യു വിൽ ഹാവ് സംതിങ് ഇൻ യുവർ ഹാൻഡ്. അപ്പോൾ ഇതും മനസ്സിൽ വയ്ക്കുക. പിന്നെ ഫിനാൻസസ് കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ബ്ലൈൻഡ്ലി ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് പൈസ കൊടുക്കാതെ കുറച്ച് ആളുകളോടൊക്കെ ചോദിച്ചിട്ട്, ഇപ്പം ജോഗ്രഫി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക് പോയിൻ്റുള്ള ഏത് സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നല്ലത് എന്നൊക്കെ അന്വേഷിച്ചിട്ട്, പിന്നെ ടെസ്റ്റ് സീരീസ് എടുക്കണമല്ലോ, അപ്പം അതൊക്കെ എവിടെയാണെന്ന് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ ഉള്ളത് ആൻസർ റൈറ്റിംഗ്. ഇപ്പം നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്തു, മെയിൻസിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് അറിയില്ല, അത് സ്ട്രക്ചർ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പ്രിലിംസ് പാസ്സായത് വെറുതെയാണ്. അതുകൊണ്ട് പ്രിലിംസിന് പഠിക്കുന്നത് കൂട്ടത്തിൽ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പം അതും റിവൈസ് ചെയ്യുക. പിന്നെ കറണ്ട് അഫയേഴ്സ് ഏതെങ്കിലും ഒരു കാര്യം മാത്രം, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മാത്രം ഫോളോ ചെയ്യുക. പിന്നെ ന്യൂസ് പേപ്പറും വായിക്കുക. ഈ ന്യൂസ് പേപ്പർ വായിക്കുന്നത് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ടൊക്കെ ഈ ന്യൂസ് പേപ്പർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് വെച്ചിട്ട് ഇതിന് ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ബുദ്ധിക്കും നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനും അനുസരിച്ച് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് UPSCക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് വലിയ സന്തോഷം. സോ ഇനി അങ്ങോട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു.